ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന നെതന്യാഹു പേരിട്ടിരിക്കുന്ന ഇറാനെതിരായ ആക്രമണം ഇറാന്റെ സൈനിക മേധാവിയായ ഹുസൈൻ സലാമിയെ വധിച്ചു കഴിഞ്ഞു. ഒപ്പം അവിടെയുള്ള വേണ്ടപ്പെട്ട മേധാവികളെയൊക്കെ വധിച്ചു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രശാന്ത് സാർ, ഇനി ഇറാനെ ആര് നയിക്കും എന്നതാണ് എന്റെ ചോദ്യം. കാരണം ഖമേനിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇറാൻ ഇങ്ങനെ ഒരു നാഥനില്ലാ കളരി പോലെ കിടക്കുകയാണ്. ആര് നയിക്കും ഇറാനെ ഇനി? ആ ആര് നയിക്കുന്ന ചോദിച്ചാൽ അവര് പറഞ്ഞ് തിരിച്ചടിച്ചിരിക്കുക എന്നാ പറഞ്ഞു. ഇവരിത് വളരെ കാലങ്ങൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തിരിച്ചടിച്ചിരിക്കും. നേരത്തെ ഇതുപോലെ ഈ ബൈഡന്റെ കാലത്ത് ഇറാനെ നൂറുകണക്കിന് മിസൈലുകൾ വെച്ചിട്ട് ഇറാൻ ഈ പറയുന്നത് പോലെ ഇസ്രായേലിനെ ആക്രമിച്ച ശേഷം ഒരു വലിയ തിരിച്ചടി ലോകം വളരെ ആകാംക്ഷയോട് കൂടി കണ്ട് ഏതാണ്ട് 4 മണിക്കൂർ കൊണ്ട് ഇതുപോലെ തന്നെ അന്ന് അവരുപയോഗിച്ചത് 50ഓളം യുദ്ധവിമാനങ്ങളായിരുന്നു. യുദ്ധവിമാനങ്ങൾ കയറി ഇറാന് 50 കൊല്ലത്തേക്ക് ചലിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇറാനെ നശിപ്പിച്ചിട്ട് തിരിച്ചു കയറി പോന്നതാണ്. അന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് അമേരിക്ക വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. പക്ഷെ അതിന്റെ ആണവ കേന്ദ്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന്റെ പല സംവിധാനങ്ങളും അന്നവർ തകർത്തെന്നുള്ള രീതിയിലേക്കുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ വന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പം ബൈഡൻ വന്നതിന് ശേഷം യുദ്ധത്തിനകത്ത് ഇറാനുമായിട്ട് ഒരു ചർച്ച നടത്തി 6ാം വട്ട ഈ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണം, അതിന് നിബന്ധന വെച്ച് ഒരു കരാർ ഉണ്ടാക്കണം ഒക്കെ പറഞ്ഞ് 6ാം വട്ട ചർച്ച നടക്കാനിരിക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോക്ക് ചെയ്തു. പക്ഷെ അത് ആദ്യം പേരും ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ ഈ വിഷയത്തിനകത്ത് ഇസ്രായേലും അമേരിക്കൻ പ്രസിഡന്റും പോലും തെറ്റുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് ഇട്ട് പോലും ഇസ്രായേൽ പിന്മാറുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ടോക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആക്രമിക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആശങ്ക വെച്ചിട്ട് അമേരിക്കയ്ക്ക് ബോധ്യമായതുകൊണ്ട് അമേരിക്കൻ സൈനികരെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്യോഗസ്ഥരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയൊക്കെ തിരിച്ചു വിളിക്കുന്നതായിട്ടൊക്കെയുള്ള ഒരു വാർത്ത വന്നു. പക്ഷെ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചു. നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തു, ഇന്നലെ രാത്രിയിൽ സംഭവിച്ചു. ഏതാണ്ട് വെളുപ്പാൻ കാലത്ത് 100ഓളം ഫൈറ്റർ ജെറ്റുകൾ ഈ പറയുന്ന ഇറാന്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ളതും ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഭസ്മീകരിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുക. അതായത് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇറാനിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ആകാശപാതകൾ എല്ലാം നിരോധിച്ചു. അത് ഇറാനിലും നിരോധിച്ചു, ഇറാഖിലും നിരോധിച്ചു. അപ്പം തിരിച്ചടിക്കും. അതുപോലെ തന്നെ തിരിച്ചടി വളരെ കൃത്യമായിട്ട് ഉണ്ടാകും എന്ന് കണ്ട് തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിൽ. അതുപോലെ തന്നെ ബങ്കറുകളിലെ സമീപത്ത് വെളിയിൽ ആൾക്കാർ ലക്ഷ്യമാക്കി തന്നെ നിൽക്കണം. ഏത് സമയം ആക്രമണം വരും. അവരുടെ പൊതുഗതാഗതം ഏതാണ്ട് നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്, കാരണം അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലേക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിനകത്ത് ഏറ്റവും വലിപ്പത്തിലുള്ള രാജ്യത്തിന് അറിയാം. അത് ഏതൊക്കെ മേഖലയാണെന്ന് വെച്ചാൽ അതിന് ആ തിരിച്ചടി തയ്യാറായി തന്നെ നിൽക്കുന്നു. അത് എയർ, നേവി അല്ലെങ്കിൽ മറ്റ് സംവിധാനം, അറിയാമല്ലോ ഈ പട്ടാളത്തിന്റെ 3 സംവിധാനം, നേവിയും എയർഫോഴ്സും അല്ലെങ്കിൽ സൈനിക രീതിയിലൊക്കെയുള്ള നീക്കത്തിന് വേണ്ടി IDF പറഞ്ഞിട്ടുണ്ട്, അവരും തയ്യാറാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന അവരുടെ മത രീതിയിലുള്ള ഒരു മേധാവിയുണ്ട്, അദ്ദേഹം കൊല്ലപ്പെട്ടു. ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ വളരെ മുതിർന്നവർ ഉൾപ്പെടെ വളരെ കൂടുതലായിട്ട് കൊല്ലപ്പെട്ടു. അതായത് പ്രധാനപ്പെട്ട സൈനിക മേധാവിയുടെ കൂടെയുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാർ വലിയ വലിപ്പത്തിൽ കൊല്ലപ്പെട്ടു. ഏകദേശം നിരായുധരായി നിൽക്കുന്ന, നേരത്തെ തന്നെ ഇത് ഒരറ്റാക്ക് നടന്നപ്പോൾ സംഭവിച്ചതുപോലെ ഇറാൻ അതിനെക്കാട്ടിൽ വലിയ രീതിയിൽ നിരായുധരായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇറാനെ പറ്റി വളരെ വ്യക്തതയില്ലാത്തത് കൊണ്ട് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ലോക ഭീതിയിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ ലോകങ്ങൾ മൊത്തമുള്ളത്. 20 കൊല്ലത്തിന് ശേഷമാണ് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ച് ന്യൂക്ലിയർ ലാബുകളെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഒരു ആക്രമണം നടന്നു. അതിൽ ലോകത്ത് രാജ്യങ്ങളൊക്കെ ആക്രമണം നടത്തി. പക്ഷെ ഇത് ലോകം ഇപ്പം ഇസ്രായേൽ നടത്തിയെങ്കിൽ ഇതിനു മുമ്പ് നമ്മളത് നടത്തി. പക്ഷെ വലിയ ചർച്ചയായിട്ടില്ലെന്നുള്ളൂ. നമ്മൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് വാർത്ത വരുന്നു. യുദ്ധം നിർത്താൻ വേണ്ടി പാകിസ്ഥാൻ പറയുന്നു. അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾക്കകത്ത് വന്ന ആണവ ചോർച്ച ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഔദ്യോഗികമല്ലെങ്കിലും അതേ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടി ഈജിപ്തിൽ നിന്ന് വിമാനം പറന്നിറങ്ങുന്നു.
അപ്പം അത്തരത്തിൽ ഇവിടെ നടന്നു നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനകത്ത് ഇത്തരത്തിൽ ആണവ കേന്ദ്രം അല്ലെ ഈ പറയുന്ന കരിക്കൻ ഹിൽസ് അല്ലെ, കിരാന ഹിൽസ്, കരിക്കൻ ഹിൽസ് എന്നാണ് എനിക്ക് എപ്പോഴും കിരാന ഹിൽസ്, കിരാന ഹിൽസിൽ അത്തരത്തിൽ ആക്രമണം നടന്നു. പക്ഷെ അത് അവർ സമ്മതിച്ചില്ല. അവരുടെ നാണക്കേട് കൊണ്ട് അവർ ആ ആണവ കേന്ദ്രങ്ങളുടെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ തന്ത ഒരുപക്ഷെ ഈ പറയുന്ന US ആയതുകൊണ്ടും ചൈന അതിന് കാവൽ നിൽക്കുന്നതും ഒക്കെ കൊണ്ട് അത്തരത്തിൽ അതിന്റെ വ്യക്തത ലോകത്തറിയണ്ട എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ വാർത്തയാക്കാൻ വേണ്ടി ലോക രാജ്യങ്ങൾ തയ്യാറാവാതെ ഇരുന്ന സമയത്താണ് രണ്ടാമത് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ ഈ ഇറാൻ ആണവ ആയുധം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ അവസാന ഘട്ടം എന്നാണ് ഇപ്പൊ ലോകത്ത് വാർത്ത കൊണ്ട്. അവസാന ഘട്ടത്തിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ, ആണവ ലാബുകൾ, സൈനിക കേന്ദ്രങ്ങൾ എല്ലാം ഭസ്മീകരിച്ചു. പൂർണ്ണ വിജയമായിരുന്നു ഓപ്പറേഷൻ എന്ന് IDF ഇപ്പൊ പത്രക്കുറിപ്പിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. ഏത് രീതിയിലുള്ള തിരിച്ചടി ആയാലും അത് തരണം ചെയ്യാൻ പ്രാപ്തമായിട്ട് അവരുടെ സൈനിക ബലത്തെ അവർ ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നു. അപ്പൊ ഏതായാലും മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു യുദ്ധമുഖം യഥാർത്ഥത്തിൽ തുറന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾക്കറിയാം. ഇതുവരെ ഇവരുടെ പ്രോക്സികളായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അത് ലോകത്തെല്ലാവർക്കും അറിയാം. ഈ പ്രോക്സികൾ അതായത് ഹമാസിന്റെ രൂപത്തിലായാലും ഹിസ്ബുള്ളയുടെ രൂപത്തിലായാലും ഹൂത്തികളുടെ രൂപത്തിലായാലും ഒക്കെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പ്രോക്സികൾക്ക് വേണ്ട പ്രോത്സാഹനവും സൈനിക ബലവും ഒക്കെ എല്ലാ കാലത്തും കൊടുത്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ആണെന്നാണ് ഇപ്പം ഏറ്റവും അവസാനം നമ്മൾക്ക് പറയാനുള്ളത്. ഖമേനി എവിടെ? നമ്മളിപ്പം നേരത്തെ ഇതുപോലെ ഒരു ടോക്ക് ചെയ്തപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ നമ്മളെ കളിയാക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. ഈ ഖമേനി എന്ന് പറയുന്ന ഇറാനകത്തെ അത് പരമോന്നത നേതാവ്, അദ്ദേഹം ഈ നേരത്തെ ഒരു ആക്രമണം നടന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ബങ്കറിലാണെന്ന് പറയുന്നുണ്ട്. ഏത് ബങ്കറിലായാലും സുരക്ഷിതമായിട്ട് അവിടെ നിന്നിട്ട് ഖമേനി പറയുന്നു എന്ന് പറയാതെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള നടത്താൻ പറ്റുന്ന അത്രയ്ക്ക് സുരക്ഷാ പാളിച്ചൊന്നുള്ള രാജ്യമല്ലല്ലോ ഇറാൻ. പക്ഷെ അദ്ദേഹം ഇതുവരെ വെട്ടത്ത് വന്നിട്ടില്ല, വെളിച്ചത്ത് വന്നിട്ടില്ല. അന്നൊക്കെയുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ വിഷവാതം ശ്വസിച്ച് വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, ഒരുപക്ഷെ മരണപ്പെട്ടു പോകുമെന്നൊക്കെ. പക്ഷെ ഔദ്യോഗികമായിട്ട് അദ്ദേഹം മരണപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹം എവിടെയുണ്ട് എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഇപ്പം വീണ്ടും ഖമേനിയെ കാണാനില്ല എന്ന് പറയുന്ന വീണ്ടും വാർത്ത വരുന്നുണ്ട്. ഖമേനിയുടെ വിവരമില്ല, ഖമേനിയെ ഒളിപ്പിച്ചു, ഖമേനിയെ ഒളിവിലാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത്. ഇത് കേട്ടതൊന്നും നേരത്തെ ഖമേനി ഇറങ്ങി ഇന്ന് യുദ്ധം നയിച്ചുകൊണ്ട് നിന്ന ആളാണെന്നല്ല. നേരത്തെ അദ്ദേഹം ഈ ഇതിനു മുമ്പുള്ള ബൈഡന്റെ കാലത്ത് ഇതുപോലെ ഒരു അറ്റാക്ക് ഒരു പക്ഷേ ഇസ്രായേലിനെ ആക്രമിച്ചതിന് തിരിച്ചടി കൊടുത്തപ്പോൾ ആ ഒരു അറ്റാക്കിന് ശേഷം ഖമേനിയെ വെളിയിൽ കണ്ടില്ല. അതിനുശേഷം ഖമേനി എന്ന് പറയുന്ന ആ ആളിന്റെ പദവി അദ്ദേഹത്തിന്റെ മകൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. അതിനകത്ത് ഇറാനിനകത്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, വ്യക്തതയില്ലാത്ത വാർത്തകൾ. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അവർ കൊടുക്കുന്ന വാർത്തകൾ മാത്രം വെളിയിൽ വിടാൻ പറ്റുന്ന ഒരവസ്ഥയുള്ളപ്പോൾ, അവരുടെ വാർത്തകൾക്കകത്ത് സൂക്ഷ്മതയുള്ളപ്പോൾ, അല്ലെങ്കിൽ അവർ മാത്രം വെളിയിൽ വിടുന്ന വാർത്തകളായതുകൊണ്ട് ഈ ഖമേനി ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ ഖമേനിയും കൊല്ലപ്പെട്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആശങ്ക ലോകം പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ പറയുന്നുണ്ട്. ഖമേനി എവിടെ എന്നുള്ള രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ കൊന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഇറാൻ പറയണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ പറയണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ലോകം ബോധ്യപ്പെട്ട് അത്തരത്തിലൊരു മരണം നടന്നു എന്ന് പറയണം. പക്ഷെ ഇത് മൂന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ആദ്യത്തെ ആക്രമണം, അല്ലെങ്കിൽ വളരെ 4-5 മാസം മുമ്പ് നടന്ന ഒരു ആക്രമണം, ബൈഡന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ആക്രമണം. അന്ന് തൊട്ട് ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ നേതാവ് അല്ലെ പരമോന്നത നേതാവ് ഒളിവിൽ തന്നെയാണ്, ബങ്കറിലാണെന്ന് പറയുന്നു. അയാളുടെ അശരീരി മാത്രമാണ് വെളിയിൽ വന്നിട്ട്. രണ്ടാം വട്ടവും ഖമേനി കൊല്ലപ്പെട്ടോ എന്ന ആശങ്കയിലാണ് ലോകം. ഏതായാലും അവരെ നയിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിലാണ്. അതായത് സൈനിക മേധാവിയും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള മേധാവികളും വളരെ കൂടുതൽ അല്ലെങ്കിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരും മുന്തിയ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ അത്തരത്തിൽ ലാബുകളും ഒക്കെ നശിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു തിരിച്ചടി ഉണ്ടായാൽ ആ യുദ്ധം വലിയ വലിപ്പത്തിൽ ലോകത്തിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ വ്യാപിക്കാനുള്ള സാധ്യതയും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇറാൻ വീണ്ടും, അല്ലെങ്കിൽ ഇറാനെ തകർത്തു ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിൽ തീമഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ.
എന്തായാലും നെതന്യാഹുവിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാനുമേൽ തീമഴ പെയ്യിക്കുന്നു എന്ന് തന്നെയാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പറയാനുള്ളത്. എന്തായാലും ഇറാനിലെ ഖമേനി എവിടെ എന്ന ചോദ്യത്തിന് ഇറാനും ഒരു ഉത്തരമില്ല. ജീവിച്ചോ മരിച്ചോ എന്നറിയില്ല. ഇറാനെ ഇനി ആര് നയിക്കും? ഇസ്രയേലിനെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആര് നയിക്കും? ആരിലൂടെ നിങ്ങൾ തിരിച്ചടിക്കും എന്ന ചോദ്യത്തിന് ഇറാന് പോലും ഉത്തരമില്ലാത്ത അവസ്ഥ. എന്തായാലും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. സംഘർഷം കൂടുതൽ പടരാതിരിക്കാൻ മറ്റ് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.